ഇപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ചോദ്യം കണ്ടില്ലേ, ചൈനീസ് ടിക്ടോക്ക് വരെ ഉണ്ടാക്കി, വി ചാറ്റ് ഉണ്ടാക്കി, നിങ്ങൾ എന്തുണ്ടാക്കി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കുമുണ്ട് സ്വന്തമായിട്ട് ഇതാ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഉപയോഗിക്കണം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റിനെയും മെറ്റയുടെയും ഒക്കെ പ്ലാറ്റ്ഫോംസ്, അതൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തി റിസർച്ച് നടത്ത ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാറ്റ്ഫോംസ് ആണ്. അവയെല്ലാം തന്നെ ഇന്ന് മികച്ച പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമ്മൾ ശൈശവ ഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മൾ നടന്നു പോകുന്നതിനിടെ തെന്നി വീണെന്നിരിക്കാം, ചിലപ്പോ ഇത് വേണ്ട എന്ന് വെച്ചെന്നിരിക്കാം. മെറ്റ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫർ ചെയ്യുന്ന ആ ഒരു ഭയങ്കരമായ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല. ചിലപ്പോൾ സ്പീഡ് പ്രശ്നമായി വരാം, ലോഗിൻ ചെയ്യാൻ കുറച്ച് ഒരു 5 സെക്കൻഡ് ഒക്കെ ലേറ്റ് ആയി എന്ന് വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ഹെവി ട്രാഫിക് ആണ് സോഹോയുടെ ആപ്ലിക്കേഷൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ചർച്ചയായി കഴിഞ്ഞു സോഹോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഹെവി ട്രാഫിക് ഉണ്ടാകും. അപ്പൊ അവർക്ക് അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കേണ്ടി വരും എന്നുള്ളതാണ്. മികച്ച ഡാറ്റ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഹോസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും, അത് ഉറപ്പാണ്. പറ്റുന്ന ലെവലിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ക്ഷമയോടെ തന്നെ സോഹോയെ സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഗുണങ്ങൾ നമുക്കറിയണമെങ്കിൽ ഗൂഗിൾ പോയിട്ട് സോഹോ ആഡ് ഗൂൾസ് എന്നൊന്ന് അടിച്ചാൽ മതി. ഒരു ലോഡ് ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ അരാറ്റ മെസ്സഞ്ചർ ഒക്കെ നമ്മൾ ഗൂഗിൾ പേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇന്ത്യക്കാർ എല്ലാവരും കയറി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് തുടങ്ങുക. പതിയെ പതിയെ ഒറ്റ ദിവസം കൊണ്ട് വാട്സപ്പ് ഒക്കെ കളഞ്ഞിട്ട് ഈ അരാറ്റ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നല്ല പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുമ്പോൾ പതുക്കെ 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 നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഈ മെസ്സേജ് ഒക്കെ അയച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് തോന്നിയാൽ നമ്മളൊരു പക്ഷെ വാട്സപ്പിനേക്കാൾ കുറച്ചുകൂടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വാട്സപ്പിനെ ആയിരിക്കും. സോഹോ നിർമ്മിക്കുന്ന വാട്സപ്പിനെ ആയിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി നിർമ്മിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലുള്ള പല പല ആപ്ലിക്കേഷനുകൾ മറ്റു പല ഇന്ത്യൻ കമ്പനികളും നിർമ്മിക്കാൻ തുടങ്ങും. കാരണം ഇന്ത്യയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ ഇന്ത്യക്കാർ 148 കോടി ജനങ്ങളുണ്ട്. ഈ 148 കോടി ജനങ്ങളും ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറച്ചുകൂടി നമ്മൾ തന്നെ അതിന് മൂല്യം കൊടുത്ത് അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ തള്ളി മാറ്റാതെ നമ്മൾ തന്നെ അതിനെ കുറച്ചുകൂടി വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ അത് കുറച്ചുകൂടി വികസനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ വികസനത്തിലേക്ക് വരും എന്നുള്ളതാണ്.